നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഒരു ഉഗ്രരൂപം എടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സുപ്രീം കോടതി വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ദൈവത്തെ കൊള്ളയടിച്ചു എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു പരാമർശവും വന്നിരിക്കുന്നത്. അപ്പോൾ കോടതികളിൽ നിന്ന് ഇവർക്ക് ഒരു പ്രതീക്ഷയും ഇനി വേണ്ട എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഹൈക്കോടതി കുറച്ചുകൂടി വൈകാരികമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഭക്തരും ഇപ്പോൾ ഹൈക്കോടതിയെ തൊഴുകയാണ്. കാരണം അവിടെ നിന്ന് അയ്യപ്പന്റെ ഒരു ദർശനം ഉണ്ടാകുന്നത് പോലെയാണ് എല്ലാവരും കാണുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഇന്നലത്തെ വാക്കുകൾ അത് ശരിക്കും അയ്യപ്പ ഭക്തരെ മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന 1992 ഇറങ്ങിയ അദ്വൈതം എന്ന സിനിമയിൽ കൈതപ്രം നാബോധര നമ്പൂതിരി എഴുതിയ വരികളുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പഞ്ചാഗ്നിയിൽ 5 പ്രകൃതി ശക്തി, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, ജലം, ഈ പ്രകൃതി ശക്തികൾ ഒരുമിച്ച ഒരവസ്ഥയിൽ അതിൽ തപസ് ചെയ്ത് ആ അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ. പക്ഷെ അവർ അത്രയൊക്കെ ചെയ്താലും അവർ ചെയ്ത പാപത്തിൻ്റെ പ്രതിക്രിയയാകുമോ ഈ തപസ്? കോടതിയുടെ ആ ചോദ്യം ഇന്നലെ ഹൈക്കോടതിയിൽ മുഴങ്ങുന്നത് നമ്മൾ കേട്ടു. ഇന്ന് സുപ്രീം കോടതിയിൽ അതിനേക്കാൾ ശക്തമായ ചില വാക്കുകൾ. ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചില്ലേ? ഇന്ന് സുപ്രീം കോടതി എൻ വാസുവിനോട് ചോദിക്കുന്നു. ഞാനിന്ന് തിരുവാഭരണം കമ്മീഷണറല്ല എന്ന സാങ്കേതിക ഒരു വിടവിലൂടെ കടന്നു കയറാനാണ് വാസു ശ്രമിച്ചത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ എന്ന്. സുപ്രീം കോടതിയിലെത്തിയ എൻ വാസു തൻ്റെ പ്രായം പരിഗണിക്കണം, ആരോഗ്യസ്ഥിതി പരിഗണിക്കണം, ഏത് നിമിഷം വേണമെങ്കിലും മരണത്തിലേക്ക് വീണു പോയേക്കാൻ താൻ അത്തരമൊരവസ്ഥയിൽ ജീവിതത്തിൻ്റെ അന്ത്യ നാളുകളിലാണ് എന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യഹർജിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ കുഴിയിൽ അടക്കം ചെയ്തവരെ പോലും പുറത്തേക്കിട്ട് പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. കുഴിയിൽ അകപ്പെട്ടു, കുഴിയിലേക്ക് ജീവൻ ഒടുങ്ങി എന്നത് ഇത്തരം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ശബരിമലയിലെ മുതൽ കൊള്ളയടിച്ച് തൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുത്ത് കുഴിയിലേക്ക് മടങ്ങിപ്പോയവർക്ക് പോലും ഇപ്പോൾ രക്ഷയില്ല. കാരണം വളരെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങുന്ന അന്വേഷണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ മരിച്ചുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, മരിച്ചുപോയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരൊന്നും ഇനി നേരിൽ വന്ന് മൊഴി നൽകാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവരെ കൂടി സംശയത്തിൻ്റെ ചൂണ്ടുവിരലിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ഒരു അന്വേഷണ ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേരളം പൂർണ്ണമായൊരു തീക്കുണ്ടമായി മാറിയിരിക്കുന്നു. ഈ തീക്കുണ്ടത്തിൽ വീണ് വെണ്ണീറാവുകയാണ് പല പ്രമുഖരും, പല സ്വാധീന ശക്തിയുള്ളവരും. എല്ലാറ്റിനും ഒടുവിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റഡാറിലാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സ്ഥിര സന്ദർശകനായിരുന്നു കടകംപള്ളി എന്ന് നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ആ പോറ്റിയുടെ തൊട്ടടുത്ത അയൽക്കാരൻ വിക്രമൻ നായർ ഇത് സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ട്. 2 തവണ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് വിക്രമൻ നായർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അപ്പോൾ ഒരു വശത്ത് SIT, മറുവശത്ത് ED, ഇനിയും മാധ്യമങ്ങളുടെ ശക്തമായ നിരീക്ഷണം. കേരളത്തിൽ ഇത്ര ശക്തിയേറിയ റഡാർ കണ്ണുകൾ മുമ്പ് മറ്റൊരു അന്വേഷണത്തിലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനെയൊക്കെ നമ്മൾ അപ്രസക്തമാക്കുന്ന ചില നിരീക്ഷണങ്ങൾ കാണുന്നു. അതിലൊന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. സാക്ഷാൽ അയ്യപ്പൻ്റെ കണ്ണുകൾ അവിടെ ജ്വലിക്കുകയാണ് കൊച്ചിയിലെ ഹൈക്കോടതിക്ക് മുകളിൽ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ആ മുറിക്കുള്ളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ SIT ഉദ്യോഗസ്ഥർക്ക് മുട്ടടിക്കും. തൊട്ടപ്പുറത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമ്മൾ അതിശയിക്കും വിധമുള്ള അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് തങ്ങൾ പരിശോധിക്കുകയാണ്. ഇനി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കടകംപള്ളിയെ അവർ മണിക്കൂറുകൾക്കുള്ളിൽ തൂക്കിയെടുക്കും. അത് വല്ലാത്തൊരു അറസ്റ്റാകും, കേരളം നടുങ്ങുന്നൊരു അറസ്റ്റിലേക്ക്. അങ്ങനെ കേരളത്തിൻ്റെ പൊതുമണ്ഡലം വലിയ തലത്തിൽ ഇപ്പോൾ ശബരിമല കൊള്ള ചർച്ച ചെയ്യുകയാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ട്. 4.25 കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചത്.
എന്നിട്ട് SIT വീണ്ടെടുത്ത് വെറും 415 ഗ്രാം. ഇപ്പോഴും കൊള്ളയടിക്കപ്പെട്ടു എന്ന് കരുതുന്ന 4.25 കിലോ സ്വർണത്തിൽ 415 ഗ്രാം മാത്രം ഗോവർദ്ധൻ്റെ അവിടെ നിന്ന് കണ്ടെടുത്തു, അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയുടെ അവിടെ നിന്ന് ഏതോ പൊട്ടും പൊടിയും എടുത്തു. അതിലപ്പുറം ഇനിയും വലിയ വോളിയം സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. ഭയാനകമായ ഇതളുകളൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും ഈ ശബരിമല കൊള്ളയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവർദ്ധൻ ഉൾപ്പെടെ 3 പ്രതികൾ ഇന്നലെ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തി. ഒന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, വലിയ സമ്പന്നനും വ്യവസായിയുമായ ഗോവർദ്ധൻ. ഈ 3 പേരുടെ ജാമ്യഹർജികൾ പരിഗണിക്കുമ്പോഴും കോടതി ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. പത്മകുമാറിൻ്റെ ജാമ്യഹർജി വന്നപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, മുൻ MLA ആണ്, സമൂഹത്തിൽ വലിയ സ്വാധീന ശക്തിയുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ജാമ്യം നൽകിയാൽ അത് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനിട വരും. ഒരു കാരണവശാലും ജാമ്യം നൽകാൻ കഴിയില്ല. അകത്ത് മുരാരി ബാബുവിലേക്ക് തിരിഞ്ഞ കോടതി ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. വീണ്ടും ഗോവർദ്ധൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് താൻ 1,40 ലക്ഷം രൂപ ശബരിമലയ്ക്ക് കൊടുത്തു. അപ്പോൾ കൊള്ളയടിച്ച സ്വർണത്തിൻ്റെ മൂല്യം താൻ ശബരിമലയ്ക്ക് കൊടുത്തു എന്ന് ഗോവർദ്ധൻ പറഞ്ഞത് കോടതി ലെവലേശം മൈൻഡ് ചെയ്തില്ല. കൊള്ളയടിച്ച് കൊണ്ടുപോയ സ്വർണത്തിൻ്റെ മൂല്യം ശബരിമലയ്ക്ക് കൊടുത്തു എന്ന തൊടു ന്യായവാദമാണ് ഗോവർദ്ധൻ ഉയർത്തുന്നത്. അവിടെ കോടതി പറഞ്ഞത് 1,40 ലക്ഷം കൊടുത്ത ഗോവർദ്ധൻ്റെ സ്വാധീന ശക്തി മനസ്സിലാവുന്നു എന്നാണ്. 3 പേർക്കും ജാമ്യമില്ല. ഇവിടെ ജാമ്യാപേക്ഷ ഇന്നലെ ഹൈക്കോടതിയിൽ നൽകാത്ത മറ്റൊരു പ്രമുഖ വ്യക്തിയുണ്ട്, സാക്ഷാൽ KP ശങ്കർദാസ്. ശങ്കർദാസിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത് എന്താണ്? നിങ്ങൾക്ക് SITക്ക് നേരത്തെ തന്നെ ശങ്കർദാസിനെ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ജനുവരി 4-ാം തീയതി വരെ കാത്തിരുന്നു. എന്തിന്? ശങ്കർദാസിൻ്റെ ആശുപത്രി വാസത്തെക്കുറിച്ച് കോടതിക്ക് സംശയമുണ്ട്. ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡിനെ കൊണ്ടിത് അന്വേഷിപ്പിക്കണമെന്ന് മാത്രമല്ല കോടതി ഉത്തരവിട്ടത്, ജനുവരി 27-ന് അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഏറ്റവും ശക്തമായ നിരീക്ഷണം, ഏറ്റവും ശക്തമായ ഉത്തരവുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം ഒരു തീക്കുണ്ടമായി നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഈ തീക്കുണ്ടത്തിൽ വെന്ത് വെണ്ണീറാവുകയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. അയ്യപ്പൻ്റെ ഒരു ഉഗ്രരൂപം. നമ്മൾ പലപ്പോഴും ദേവാസുര യുദ്ധത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ പിറവിയെക്കുറിച്ച് പോലും ഒരുപാട് നമുക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പൗരാണിക കഥകൾ ധാരാളമുണ്ട്. ഇത്തരം ഐതിഹ്യങ്ങളിലൊക്കെ നമ്മൾ അയ്യപ്പൻ ഉഗ്രരൂപി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പൻ ഒരു ഉഗ്രരൂപി എടുത്ത് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് തന്നെ കുഴിയിൽ കിടക്കുന്നവർക്കോ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്കോ, ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ICUയിൽ കിടക്കുന്നവർക്കോ, മന്ത്രിമന്ദിരങ്ങളിൽ ഉണ്ടുറങ്ങി നിരങ്ങി നടക്കുന്നവർക്കോ, മുൻ മന്ത്രി എന്ന നിലയിൽ ആളും ആരവും ചുറ്റും ഗൺമാന്മാരും പ്രൈവറ്റ് സെക്രട്ടറിമാരുമായി നടക്കുന്ന സമൂഹത്തിലെ വമ്പന്മാർക്കോ രക്ഷയില്ല. അവരൊക്കെ ഈ നിയമത്തിൻ്റെ ആ ഇരുമ്പഴിക്കുള്ളിൽ ചെന്ന് വീഴും. പിന്നീട് അവർ അവിടെ കിടന്ന് പിടയുന്നത് നമ്മൾ കാണുന്നത്. ജയിലഴിക്കുള്ളിൽ കിടന്ന് പിടയുകയാണ് ഈ വമ്പന്മാർ. ഒടുവിൽ ഒരു വാഴക്കീറിൽ ഇവരൊക്കെ ഒടുങ്ങുന്നത് വരെ അവരുടെ നെഞ്ചു പിടയ്ക്കുകയാണ്, ശരീരം വെന്ത് നീറുകയാണ്. ഇത് നരകാഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഒരു ശിക്ഷയാണ്. ആ നരകാഗ്നി ഒന്നൊന്നായി ഓരോ ദിവസവും ആളിക്കത്തുകയാണ്. ഇത് നമ്മൾ കാണുന്ന ഒരു നേർക്കാഴ്ച. മറുവശത്തോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആ ചടുല നീക്കങ്ങൾ. ഒരു ദിവസം മുൻപ് അവർ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 21 ഇടങ്ങളിലേക്കാണ് പാഞ്ഞു ചെന്നത്. അവരുടെ മിന്നൽ നീക്കങ്ങൾ ഏതൊക്കെ തലത്തിലേക്ക് കടക്കും, ഇതൊരു രാഷ്ട്രീയ ഗിമിക്കാണോ എന്നൊക്കെ ആദ്യ ദിനം ചില സംശയങ്ങൾ, ചില കോണുകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഒടുവിൽ ആ റഡാർ നേരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴക്കൂട്ടത്ത് കടകംപള്ളിയുടെ വീടിന് മുകളിലാണ്. ആ റഡാർ കട്ടുകളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സാക്ഷാൽ അയ്യപ്പൻ, ആ ശാസ്താവ് ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ ഇപ്പോൾ യോഗനിദ്രയിലാണ്. പക്ഷേ ആ അയ്യപ്പൻ്റെ കണ്ണുകൾ അത് ഈ പ്രതികളെ ചൂഴ്ന്നിറങ്ങുന്നു. എത്ര ഓടിയാലും ഒടുവിൽ EDയുടെയോ SITയുടെയോ കൈകളിൽ ചെന്നപ്പെടും. അതിൽ നിന്ന് അവർക്ക് മുക്തിയില്ല. ഇതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാറ്റിനും ഒടുവിലെ ഒരു നേർക്കാഴ്ച.
ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത്. കാരണം SITയും EDയും തമ്മിൽ ഒരു മത്സരം പോലെയായിരുന്നു അന്വേഷണത്തിന്റെ കാര്യത്തിൽ. EDക്ക് കിട്ടുന്നതിന് മുൻപ് എല്ലാവരെയും തൂക്കിയെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് SIT പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ കടകംപള്ളിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമോ? ED വന്ന് തൂക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. EDയുടെ വായിലേക്ക് പോകാതിരിക്കാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞ് പിണറായി വിജയൻ തന്നെ SITയെ കൊണ്ട് കടകംപള്ളിയെ തൂക്കിക്കുമോ? ആ ഒരു ഗതികേടിലേക്കാണ് ഈ ഭരണകൂടം വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പരിഹാസം. രണ്ട് തലത്തിലാണ് ഈ അന്വേഷണത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്ന്, കടകംപള്ളിയെ രക്ഷിക്കാനുള്ളൊരു അന്വേഷണം, അത് SITയുടെ ഭാഗത്തു നിന്ന്. രണ്ട്, കടകംപള്ളിയിലേക്ക് എത്താനുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കം. അപ്പോൾ ഈ കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ചില വിഘ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു SITയുടെ ആദ്യ ലക്ഷ്യം. അത് നമുക്ക് SITയെ കുറ്റപ്പെടുത്തുക വയ്യ, കാരണം ഒരു വലിയ ഭരണകൂട സംവിധാനം ഇവിടെയുണ്ട്. ഇന്ന് നിയമസഭയിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം കണ്ടു. നിയമസഭയിലെ പ്രതിപക്ഷം, ഇന്നത്തെ നിയമസഭയിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം, കാരണം ഇത് കണക്റ്റഡാണ്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റു, ശബരിമല വിഷയം ഉന്നയിച്ചു. അപ്പോൾ മന്ത്രി MB രാജേഷ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് എഴുന്നേറ്റു. രാജേഷ് ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ നിങ്ങളൊരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തത്? ഈ വിഷയം സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ വല്ലാതെ ഭയക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ശബരിമല വിഷയം ഇവിടെ ബഹളമാക്കാൻ മാത്രം ആഗ്രഹിച്ചത്. പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി, ബാനറുകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിരോധം രാവിലെ തന്നെ സഭയിൽ സൃഷ്ടിച്ചു. MB രാജേഷ് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷത്തിൻ്റെ നില തെറ്റി. അവർ ഉച്ചത്തിൽ ആ പാട്ടങ്ങ് പാടി, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അപ്പോൾ നമ്മുടെ സാക്ഷാൽ ശിവൻകുട്ടി അവിടെ ഇരുന്ന് മറ്റൊരു പാട്ട് മൂടി, സ്വർണം കട്ടവരാരപ്പ, കോൺഗ്രസ്സാണ് അയ്യപ്പ. പക്ഷെ അത് ഈ ആരവത്തിൽ അലിഞ്ഞില്ലാതായി. പിണറായിയൊക്കെ ഭയപ്പെട്ട് ഓടിയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ ശബ്ദം നിയമസഭയിലുമെത്തി. നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് മുന്നോട്ട് വെച്ച വാദം എന്താണ്? കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. അന്വേഷണ സംഘത്തിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപിച്ചത്. ഇതേ ആക്ഷേപം മുൻപും പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ SITക്ക് മേൽ ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിന് താല്പര്യമുള്ള ചില ഉദ്യോഗസ്ഥരെ SITയിലേക്ക് നൂഴ്ന്ന് കയറ്റിവിട്ട് തങ്ങൾക്ക് അനുകൂല തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം SITയിൽ നടക്കുന്നു എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ആത്യന്തികമായി രണ്ട് വമ്പന്മാരാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം മന്ത്രിയെ ഉന്നമിട്ട് കഴിഞ്ഞു ഇതിനകം തന്നെ BJP. വാസവനിലേക്കും സംശയമുന നീളുന്നു. കടകംപള്ളിയിലേക്ക് നേരിട്ട് ആക്രമണമുന ശക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നിയമസഭയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപ്പോൾ രാഷ്ട്രീയ കുന്തമുന ഈ രണ്ട് വമ്പന്മാരിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് കടകംപള്ളിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കടകംപള്ളിയെ സംബന്ധിച്ച് CPMൻ്റെ പ്രമുഖ നേതാവാണ്, മുൻ മന്ത്രിയാണ്, ദേവസ്വം മന്ത്രിയാണ്. CPMൻ്റെ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം വലിയ സ്വാധീന ശക്തിയുള്ള വ്യക്തിയാണ്. കടകംപള്ളിക്കെതിരെ എന്തെങ്കിലുമൊക്കെ നീക്കം നടത്തിയാൽ അത് പാർട്ടിയെ നേരിട്ട് ബാധിക്കുമെന്ന ഭയം CPM നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ അതിനു മുൻപ് തന്ത്രിയിലേക്ക് ഒതുക്കാൻ നോക്കി. ഗത്യന്തരമില്ലാതെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നോക്കി. പത്മകുമാർ ആദ്യഘട്ടത്തിൽ തന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ പങ്കുണ്ട് എന്ന് മൊഴി നൽകിയിരുന്നു. പിന്നീട് പത്മകുമാറിൻ്റെ ഇത്തരം മൊഴികൾ SIT പുറത്തേക്ക് വിട്ടില്ല. കടകംപള്ളിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇടയിൽ ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി നിത്യസന്ദർശകനായിരുന്നു തുടങ്ങിയ വിഷയങ്ങളോ വസ്തുതകളോ ഒരു തലത്തിൽ പോലും SITയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. SIT ഈ വിഷയം നേരത്തെ മനസ്സിലാക്കിയിരിക്കുമല്ലോ. SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ, മൊഴിയെടുക്കുമ്പോൾ അവിടെ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു നിത്യസന്ദർശകനായിരുന്നു എന്നവർക്ക് ഇതിനകം തന്നെ വ്യക്തമായതാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് SITയിൽ നിന്ന് ഇത്തരം വാർത്തകളോ വസ്തുതകളോ ഒന്നും പുറത്തേക്ക് വന്നില്ല? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാൻ ആരൊക്കെയോ ചേർന്ന് ചില ഗൂഢശ്രമങ്ങൾ നടത്തി. എന്നാൽ ഹൈക്കോടതി ജനുവരി 19 ഒരിടക്കാല വിധി നൽകുമ്പോൾ പേരെടുത്ത് പറയുന്നില്ല കടകംപള്ളിയുടെ, പക്ഷേ വമ്പന്മാർ ഇനിയും വീഴുമെന്ന് സൂചിപ്പിക്കുന്നു. വൈകാരികവും വളരെ രാഷ്ട്രീയ മണ്ഡലത്തിൽ
പ്രകമ്പനവും ഉണ്ടാക്കുന്നൊരു കേസാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ജനുവരി 19 പറഞ്ഞിരുന്നു. ജനുവരി 19 ഇടക്കാല വിധി ഹൈക്കോടതി നൽകുമ്പോൾ അതിലെ സൂചനകൾ, അതിനെ തുടർന്നാണ് പിന്നെ ജനുവരി 20 രാവിലെ 7:15 ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തിയത്. പിന്നീടുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ അത് രാഷ്ട്രീയ പിരിമുറുക്കത്തിൻ്റേതായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വെളിപ്പെടുത്തലിൻ്റേതായിരുന്നു. ഇതിനിടയിലാണ് നമ്മൾ കടകംപള്ളിയുടെ പേര് ഉച്ചത്തിൽ കേട്ടു തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഇന്ന് രാവിലെ അറിയുന്നത് കടകംപള്ളിയുടെ തലയ്ക്ക് മുകളിലേക്ക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ റഡാർ എത്തി എന്ന വാർത്തയാണ്. അപ്പോൾ പൂർണ്ണമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടകംപള്ളിയിലേക്ക് എത്താനുള്ള ശ്രമം തുടരുന്നു. മറുവശത്ത് SITയുടെ പാഴ്ശ്രമങ്ങൾ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരത്തെ പ്രശോഭ പറഞ്ഞതുപോലെ ED എത്തുന്നതിന് മുൻപ് കടകംപള്ളിയെ കസ്റ്റഡിയിലെടുത്ത് ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് SIT. അപ്പോൾ അതിനിർണായകമായ ഘട്ടമാണ്. കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താൽ വാസവനിലേക്ക് എത്തേണ്ടി വരും. അത് ഈ സർക്കാരിനുണ്ടാക്കുന്ന സമ്മർദ്ദം അതിഭയാനകമായിരിക്കും. അതുകൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിൽ മറ്റൊരു തലം, ഒരു 3ാം ഘട്ടം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പദ്ധതി ഇടുകയാണ് SIT. അപ്പോൾ ആ 3ാം ഘട്ട കേസും കൂടി ഒരു വഴിക്കാക്കിയാൽ എളുപ്പമുണ്ട് കാര്യങ്ങൾ. അതിന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടു. ശിവൻകുട്ടി വിളിച്ച് പറയുന്നുണ്ട് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന്, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ തള്ളി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം മറുവശത്ത് ഇപ്പോഴത്തെ ഭരണകൂടം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ശ്രുതിയാണ് നമ്മൾ കേട്ടത്. മറ്റൊന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട് അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യണം. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ചെന്നു എന്നതിൻ്റെ തെളിവുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പ്രകാശ് തെറ്റ് ചെയ്തെങ്കിൽ പ്രകാശ് അനുഭവിക്കണം. അപ്പോൾ ആറ്റിങ്ങൽ MP എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടം MLA ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അതൊന്നും ന്യായമല്ല. അപ്പോൾ ഭരണപക്ഷത്തെ സംബന്ധിച്ച് UDFനെ കൂടി വെട്ടിലാക്കുന്ന തലത്തിലേക്ക്, കോൺഗ്രസിനെ കൂടി ഇതിൽ പിടിച്ചിടുന്ന തലത്തിലേക്ക് ഈ കേസ് അന്വേഷണം കുറച്ചുകൂടെ വിശാലമാകണം. അതിനുശേഷം അടൂർ പ്രകാശും കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും കടന്നു വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അത്ര സർക്കാരിനെ ബാധിക്കില്ല എന്നാണ് CPMൻ്റെ കണക്കൂട്ടൽ. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ, അത്തരമൊരു ഒരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യുന്നത് വരെ സമയം ലഭിക്കാൻ ED അനുവദിക്കത്തില്ല. ED ഇനി ചാടി വീഴും. EDയുടെ മിന്നൽ നീക്കങ്ങൾ ഏതൊക്കെ തലത്തിലാകുമെന്ന് ഒന്നും പറയുക വയ്യ. ഇതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രനെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാലോ? മറുവശത്ത് EDയുടെ ചില നീക്കങ്ങൾ ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ED പറയുന്നത് 1,30,00,000 രൂപയുടെ സ്വത്തുവകകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതിന്ന് കണ്ടുകെട്ടിക്കഴിഞ്ഞു. പത്മകുമാറിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള രേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടു, തഹസിൽദാരുടെ നിന്ന് ആവശ്യപ്പെട്ടു. വാസുവിൻ്റെതടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് പ്രഖ്യാപിച്ചു. KP ശങ്കരദാസിൻ്റെ ഒക്കെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഏകദേശം 4.25 കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് പ്രാഥമിക തലത്തിൽ കണക്കൂട്ടുന്നെങ്കിൽ ആ സ്വർണത്തിൻ്റെ മൂല്യത്തിന് തത്തുല്യമായ തുക കണ്ടുകെട്ടാനായിരിക്കും ED ശ്രമിക്കുന്നത്. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മറ്റൊരു ഭയാനക തലത്തിലും എത്തി നിൽക്കുന്നു. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കാണിക്ക അർപ്പിച്ചത്, സ്പോൺസർഷിപ്പ് ഇനത്തിൽ കിട്ടിയത്, ആചാര ഇനത്തിൽ കിട്ടിയത്, ഇതൊക്കെ കൈയിട്ട് വാരി എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രാഥമിക നിഗമനം. അങ്ങനെയാണെങ്കിൽ ആ കള്ളപ്പണം അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയവരുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകിട്ടും. അതിനി ഈ പറയുന്ന വമ്പന്മാരുടെയും സ്വത്തുക്കളിലെത്തുമോ? ഇതൊക്കെയാണ് നമ്മളെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം വലിയൊരു തീക്കുണ്ടമായി ഇപ്പോൾ നമുക്ക് മുന്നിൽ എരിഞ്ഞു കത്തുകയാണ്. ഏത് പ്രതിക്രിയയ്ക്കും ഇതിലെ കൊള്ളക്കാരെ രക്ഷിക്കാൻ കഴിയില്ല. ലോകത്ത് ഭൂമിയിൽ നരകമുണ്ടെങ്കിൽ ആ നരകത്തിൽ കിടന്ന് ഉരുകുന്ന കാഴ്ചയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ആ ദൃശ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ കാണുന്നത്. സമൂഹത്തിൽ വലിയ സ്വാധീന ശക്തിയുള്ള ഇവരൊക്കെ ജയിലഴിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നു, സമനില തെറ്റിയവരെ പോലെ സംസാരിക്കുന്നു, ചത്തുപോകുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് ഓടുന്നു, ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിലേക്ക് ചാടിക്കയറാൻ നോക്കുന്നു. എന്നിട്ടൊന്നും രക്ഷയില്ല. അവിടെയൊക്കെ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ സത്യത്തിൻ്റെ ആ പ്രഭാമണ്ഡലം നിറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു വശത്ത് അഗ്നികുണ്ഡമാണെങ്കിൽ മറ്റൊരു വശത്ത് സത്യത്തിൻ്റെ പ്രഭാമണ്ഡലവും നമുക്ക് കാണാം. അതൊരു വല്ലാത്ത കാഴ്ചയാണ്.
ഇപ്പോൾ ഈ പറയുന്ന ശങ്കരദാസിന്റെയും അതുപോലെ തന്നെ വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ കാര്യത്തിൽ പാർട്ടികൾ പറഞ്ഞ CPM ഉം CPI പറഞ്ഞ ഒരു നിലപാടുണ്ട്. അതായത് അവർ കുറ്റക്കാരാണെങ്കിൽ അത് തെളിയട്ടെ, അതിനുശേഷം അവർക്കെതിരെയുള്ള നടപടികൾ ശക്തമായി എടുക്കും. ഇപ്പോൾ അവർക്കൊരു മാനുഷിക പരിഗണനയാണ് ആവശ്യമെന്നുള്ള പ്രസ്താവന പോലും ഈ പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ജനങ്ങൾ ഈ മാനുഷിക പരിഗണനയല്ല നോക്കുന്നത്, അതിനപ്പുറത്തേക്ക് കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിധിയാണ്. ഹൈക്കോടതി പറയുന്നു ഇതിൽ വൻ തോക്കുകളുണ്ട്, വമ്പന്മാരുണ്ട് എന്ന ഒറ്റ വരി പ്രഖ്യാപനം. സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തെ കൊള്ളയടിച്ചു എന്നുള്ള ഒരു പ്രസ്താവന. അപ്പോൾ ഇതൊക്കെ തിരിച്ചടി ഉണ്ടാക്കും, നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ഇവരെ ആരെയും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ഈ പാർട്ടി എത്തുന്നു. തൊട്ടിപ്പുറത്ത് ഈ പറയുന്ന പ്രവർത്തകർ അണികളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പോലും പ്രചാരണത്തിന് ഇറങ്ങാൻ ശക്തിയില്ലാത്തവരായിട്ട് മാറുന്നു. അവർക്കറിയാം വീടുകൾ കയറി ഇറങ്ങി പ്രചാരണത്തിന് പോകുമ്പോൾ ശബരിമല ഒരു ചോദ്യമായി വരും എന്നുള്ള കാര്യം. അപ്പോൾ അതിന് പോകാൻ അവർ ഭയപ്പെടുന്നു, ജനങ്ങളെ അവർ ഭയക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അയ്യപ്പനെ ഭയക്കുകയാണ്. ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ ദൈവത്തെ കൊള്ളയടിച്ചവരെന്ന പ്രയോഗം സുപ്രീം കോടതി നടത്തിയത്. ഇന്നലെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? വലിയ വൻതോക്കുകൾ ഉൾപ്പെട്ട ഒരു ആസൂത്രിത കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. കൊള്ളയടിച്ചു എന്നത് വ്യക്തം. കൊള്ളയടിക്കപ്പെട്ട സ്വർണം എവിടെ? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വളരെ കൃത്യമായ ഭാഷയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി വ്യക്തമായ നിലപാട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഭയക്കുന്നത്? ആ കൊള്ളസംഘത്തെ കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ, ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തെ അനുമോദിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ദേവസ്വം ബെഞ്ച് ചെയ്തത്. അപ്പോൾ എന്ത് തലത്തിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചാലും അതിന് അയ്യപ്പൻ അനുവദിക്കത്തില്ല, ഹൈക്കോടതി അനുവദിക്കത്തില്ല, സുപ്രീം കോടതി അനുവദിക്കത്തില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ത് നിർദ്ദേശം കൊടുത്താലും അതൊന്നും പാലിക്കാൻ അവർക്ക് ഇനി കഴിയില്ല. അതിലൊക്കെ അപ്പുറത്തേക്ക് ഈ കേസിൻ്റെ മാനം വലുതായിപ്പോയി. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ വമ്പന്മാരുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ഹൈക്കോടതി പറയുന്നു. ഓരോ ഘട്ടത്തിൽ ഓരോ അറസ്റ്റ് കഴിയുമ്പോഴും വമ്പന്മാരുണ്ടെന്ന് വീണ്ടും വീണ്ടും ഹൈക്കോടതി പറയുന്നു. ആദ്യം പോറ്റിയെ ഇട്ട് കൊടുത്തപ്പോൾ അതുകൊണ്ട് കഴിയും എന്ന് കരുതി. പക്ഷേ മുരാരി ബാബുവിലേക്ക് പോകുന്നു, ബൈജുവിലേക്കും സുധീഷ് കുമാറിലേക്കും ഒക്കെ പോകുന്നു. അപ്പോഴും കോടതി പറയുന്നു വമ്പന്മാരുണ്ട്. പിന്നീട് നമ്മൾ കണ്ടതാണ് വാസു, പത്മകുമാർ, അവരെ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴും കോടതി പറയുന്നു വമ്പന്മാരുണ്ട്. പിന്നീട് നമ്മൾ കണ്ടു ശങ്കർദാസ്, വിജയകുമാർ ശങ്കർദാസ്. പക്ഷെ അതിനുശേഷവും കോടതി പറയുന്നു വമ്പന്മാരുണ്ട് എന്ന് കോടതി പ്രഖ്യാപിക്കുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാടുകൾ ശരിവെക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയും നിലപാടെടുക്കുന്നു. അപ്പോൾ ഈ വമ്പന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടതാണ് ഇതിൽ തന്ത്രിയുണ്ട്, മന്ത്രിയുണ്ട് എന്നുള്ള പ്രഖ്യാപനം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കേട്ടതാണ് ഒരു ദൈവതുല്യൻ. കേരളം നോക്കുന്നത് ആ ദൈവതുല്യൻ അവിടെ വരെ ഇത് എത്തുമോ എന്നുള്ളതാണ്. അല്ല, ദൈവതുല്യൻ ആര് എന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. തന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു, പിന്നീട് മന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. കേരളത്തിൽ ആരാലും ചോദ്യം ചെയ്യാതെ കഴിയുന്ന ഒരു ഏകാധിപതിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്നു. നമുക്കറിയില്ല ആ ദൈവതുല്യൻ ആരാണ് എന്നതിൽ. ഇത്രയേറെ വലിയ വമ്പന്മാർ ഈ കേസിൽ പെടുമ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ ആകാംക്ഷയോടെ ആരാണ് അടുത്തത് എന്നുള്ള ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയും ചെയ്തു. ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്നത് പോലെ ക്ലൈമാക്സിന് മുൻപുള്ള മിനി ക്ലൈമാക്സുകൾ, ഒടുവിലൊരു സൂപ്പർ ക്ലൈമാക്സിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് എന്ന ഒരു പൊതുബോധം നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. കാരണം ഇവിടെ വില്ലന്മാരെ പൊക്കാൻ, ഇവിടെ കൊള്ളക്കാരെ പിടിക്കാൻ 2 നായകന്മാരാണ് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, 2 പ്രത്യേക അന്വേഷണ സംഘം. ഈ 2 നായകർക്കും ഒരു വലിയ മേധാവി കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അത് ഹൈക്കോടതിയാണ്. ഇനി ഹൈക്കോടതിക്ക് വേണ്ട എല്ലാ ഊർജവും ആവേശവും കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയും കട്ടയ്ക്ക് നിൽക്കുന്നു. ഇനി ഏത് കോടതികൾക്ക് മുകളിൽ ഒരു ശക്തി അത് ഈ കേസിനെ ചൂഴ്ന്നു നിൽക്കുന്നു. ഒരു കള്ളനും രക്ഷപ്പെടാൻ കഴിയാത്ത ദൈവത്തിൻ്റെ കണ്ണുകൾ, ആ ദൈവത്തിൻ്റെ കണ്ണുകൾ കേരളത്തെ സംരക്ഷിക്കുന്നിടത്തോളം കാലം അയ്യപ്പനെ കൊള്ളയടിച്ച് പ്രതികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല. എന്തായാലും ശബരിമലയിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഈ കലിയുഗത്തിൽ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഒരു പിറവി എടുത്തതായിട്ട്, ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഒരു അവതാരം വന്നതായിട്ടുള്ള കേൾവിയൊന്നും നമുക്കില്ല. ഈ പറയുന്ന പോലെ തന്നെ പരശുരാമൻ കൊണ്ടുവന്ന ആൾക്കാരുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ
അപ്പോൾ ഏതെങ്കിലും ഒരു ശക്തി ഇതിനെ പ്രതിരോധിക്കാൻ വന്നതായിട്ട്, കലിയുഗത്തിൽ ഒരു പിറവി എടുത്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല, പുരാണത്തിലും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും അതിനെ ഈ അയ്യപ്പന്റെ ഒരു ശക്തിയായിട്ട് കാണുകയാണ്. അയ്യപ്പന്റെ ഒരു ശബ്ദമായിട്ടാണ് ഹൈക്കോടതിയെയും അതുപോലെ തന്നെ SITയുടെയും EDയുടെയും ഒക്കെ അന്വേഷണത്തെ കാണുന്നത്. എന്തായാലും ഹൈക്കോടതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വമ്പന്മാരിലേക്ക് വരെ എത്താൻ കഴിഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് ദൈവതുല്യരിലേക്കും ഹൈക്കോടതി കൊണ്ട് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. കാരണം അയ്യപ്പനാണ് യോഗനിദ്രയിലാണെങ്കിലും, അതായത് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ യോഗനിദ്രയിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും അയ്യപ്പൻ ഉണർന്നിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.